ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഓറിയോ ബിസ്ക്കറ്റും പഴമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ്. കുഞ്ഞുങ്ങളൊക്കെ ചോദിച്ച് മേടിച്ച് കുടിക്കുന്ന ഒരു സൂപ്പർ ഡ്രിങ്കാണ്. നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാനിവിടെ ഒരു 8 ഓറിയോ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 2 ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. അത് 2 ഒരു ഡെക്കറേഷന് വേണ്ടി ലാസ്റ്റ് ഞാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാറ്റിയതാണ്. അപ്പോൾ ഈ ഒരു 6 വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സിപ്പ് ലോക്ക് ബാഗാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഫ്രീസറിലൊക്കെ വെക്കുന്ന തരത്തിലുള്ളൊരു ബാഗാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതായത് പുറകിലോട്ടൊരു മോഡ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു മോഡിലൊന്ന് ഇട്ടിട്ട് ഒരു 1-2 സെക്കൻഡ് അത്രയും ചെയ്താൽ മാത്രം മതിയാവും. നമുക്ക് ഒത്തിരി പൊടിഞ്ഞ് പോവാതെ അത്യാവശ്യം ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു ബിസ്ക്കറ്റ് കിട്ടും. ഞാനിപ്പോൾ എന്താണെങ്കിലും ഇതൊരു ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന ഒരു റോളർ വെച്ചിട്ടാണ് ഞാനിതൊന്ന് പരത്തല്ല ഒന്ന് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അത്യാവശ്യം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കിതൊന്ന് മാറ്റിയിടാം. അടുത്തത് ഞാൻ മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു റോബസ്റ്റ പഴം പോലത്തെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പഴം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടെ ഒന്ന് മുറിച്ചിടണം. അടുത്തത് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ബിസ്ക്കറ്റിൻ്റെ പൊടിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കേണ്ട, ഒരു 2 ടേബിൾ സ്പൂണോളം വരുന്ന പൊടി ഒന്ന് മാറ്റി വെക്കണം. ഇതും ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടാണ്, നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടാനുള്ള പരുവത്തിന് കുടിക്കുമ്പോൾ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് പഞ്ചസാരയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് വരണം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കണ്ട. പഴത്തിൽ നിന്നുള്ള വെള്ളം തന്നെ ഇതിനകത്ത് അത്യാവശ്യം ഒരു ക്രീമി ടെക്സ്ചർ കൊടുക്കും. അപ്പോൾ ഞാൻ ഇതൊന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തോട്ട് 2 കപ്പ് പാലാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പാല് നന്നായി തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിനകത്ത് ഒരു 1 മണിക്കൂറൊക്കെ ഞാൻ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളമുള്ള എന്തെങ്കിലും ഒരു പൗഡർ, ഞാനിവിടെ ചോക്ലേറ്റ് പൗഡറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് മൈലോ എടുക്കാം, ബൂസ്റ്റ് എടുക്കാം, കോംപ്ലാൻ എടുക്കാം. പിന്നെ ഒരു 2-3 ഐസ് ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിൽ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, നമ്മുടെ ഡ്രിങ്ക് റെഡിയാണ്. ഞാൻ പിന്നെ ഇച്ചിരി ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ടും കൂടെ കാണിക്കാം. അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 3 ചോക്ലേറ്റ്, അത് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അത് എടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ചെറിയ ബാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് മെൽറ്റായിട്ട് ആക്കിയെടുക്കണം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് അത്യാവശ്യം വെള്ളം നിറച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഇട്ട് വെച്ചിരിക്കുന്ന ബൗള് അതിനകത്തോട്ട് ആ പാത്രത്തിനകത്തോട്ടൊന്ന് ഇറക്കി വെച്ച് ഇതൊന്ന് ഉരുക്കിയെടുക്കണം, മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഇതിപ്പോൾ ചെറുതായിട്ട് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ പാല് ചേർത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലാണ്. ഇതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു പരിപാടിക്കൊന്നും നിൽക്കണ്ട. ചോക്ലേറ്റ് സിറപ്പ് എല്ലാവരുടെ വീട്ടിൽ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതുപോലെ ഒന്ന് ചെയ്താൽ 1-2 ചോക്ലേറ്റിൻ്റെ ബാർ വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ നല്ല സൂപ്പറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് സിറപ്പോ ചോക്ലേറ്റ് സോസോ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്ന 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഗ്ലാസ്സിലൊക്കെ നമുക്ക് ആദ്യം ഈ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു സിറപ്പ് എല്ലായിടത്തും ഒന്ന് പറ്റിച്ച് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടാണ്. ഭംഗി മാത്രമല്ല കേട്ടോ, കുടിക്കുമ്പോഴും ആണെങ്കിലും നല്ല രുചിയാണിത് കുടിക്കാനായിട്ട്. അപ്പം നമുക്കിത് ഗ്ലാസിൻ്റെ പല ഭാഗത്തും ഇതേപോലെയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ നേരത്തെ ഞാൻ 2 ടേബിൾ സ്പൂണോളമുള്ള ബിസ്ക്കറ്റ് പൊടിച്ചത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടെ ഇതിനകത്ത് 2 ഗ്ലാസ്സിലും കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഓറിയോ ബനാനയുടെ ഒരു മിക്സ് അതും കൂടെ ഈ 2 ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അടുത്തത് ഇതിൻ്റെ മേലെ നമ്മൾ ഒഴിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു ഡ്രിങ്കിൻ്റെ മേലെ അല്പം ചോക്ലേറ്റ് സോസും കൂടെ ഞാൻ ഒന്ന് ചുറ്റിച്ച്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒഴിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് സ്പൂണിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചുറ്റിച്ചെടുത്തു എന്ന് മാത്രം. അപ്പോൾ അത് കാണാനും പിന്നെ കുടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതൊക്കെ നല്ല രുചിയാണ്. അതുപോലെ തന്നെ 2 ഓറിയോ ബിസ്ക്കറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്, ഇങ്ങനെയൊന്നും ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഫോട്ടോയ്ക്ക് ഒരു മിഴിവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആർക്കെങ്കിലും ഗസ്റ്റിനൊക്കെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു ഓപ്ഷനാണ് എന്ന് ഞാൻ കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത് അടിപൊളി ഡ്രിങ്കാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ബിസ്ക്കറ്റൊക്കെ തന്നെ കൊടുക്കാണ്ട് നമുക്കിതുപോലെ പഴവും പാലും ഒക്കെ കൂടെ ചേർത്ത് അടിച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.